ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ നാളായില്ലേ സ്കോട്ട്ലാൻഡിലെ വീഡിയോസൊക്കെ കണ്ടിട്ട്. ഞങ്ങൾ സ്കോട്ട്ലാൻഡിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ നാട്ടിലെ വീഡിയോസ് ഇടുന്നത് എൻ്റെ പഴയ വീഡിയോസൊക്കെയാണ് കേട്ടോ. അപ്പം യൂട്യൂബിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഓപ്ഷനുണ്ട്, ക്ലിപ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഓപ്ഷനിൽ നമുക്ക് പഴയ വീഡിയോസൊക്കെ വീണ്ടും നമുക്ക് റീപോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വീണ്ടും അതിനെയൊക്കെ ഒന്ന് റീപോസ്റ്റ് ചെയ്യുന്നതാണ്, കാരണം അതൊന്നും വ്യൂസൊന്നും ഇല്ലാതെ കിടക്കുന്നതാണ്. അപ്പോൾ കുറേ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടി വീണ്ടും ഇടുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിലെല്ലാവരും പശുക്കുട്ടിയും വിമാനമൊക്കെ കുഞ്ഞു കുഞ്ഞു കുട്ടികളായിട്ടൊക്കെ ഇരിക്കുന്നത്. എന്നിട്ട് എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു ഞാൻ നാട്ടിലാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ നാട്ടിലല്ല, ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു വീക്കെൻഡിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ക്യാരറ്റ് പൂരിയും പിന്നെ മുട്ടക്കറിയാണ്. മുട്ടക്കറി ഇങ്ങനെ മുട്ടയൊന്നും പുഴുങ്ങാതെ വേഗത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നേരത്തെയൊക്കെ പൂരി ഉണ്ടാക്കുമ്പോഴെപ്പോഴും നമ്മൾ ഇതാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള പൊട്ടറ്റോ മസാലയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വിചാരിക്കും അതും കാർബാണ് ഇതും കാർബാണ്, എല്ലാം കൂടെ നമ്മൾ അടിച്ച് കയറ്റുന്നതിന് പകരം ഒരു കാർബ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ പൂരി പിന്നെ ഭയങ്കര ഹെൽത്തി ആണല്ലോ. പൂരി ഹെൽത്തി ഒന്നുമല്ല, ആ ഒരു ഹെൽത്തി അല്ലാത്ത ഒരു ഗിൽറ്റി ഫീലിംഗ് മാറ്റാൻ വേണ്ടിയാണ് ഞാനതിൽ ക്യാരറ്റൊക്കെ ആഡ് ചെയ്തത്. പിന്നെ മാസത്തിൽ ഒരിക്കലൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഇപ്പം വന്നു ആർക്കും പൂരിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാവരും പറഞ്ഞത് എണ്ണയാണ്, ഓയിലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആർക്കും ഇപ്പം വേണ്ടാത്തത്. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്കൊരു കൊതി തോന്നുമല്ലോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വിവാൻ കുട്ടിക്ക് നമ്മൾ മേടിച്ച് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ. ഇതൊരു മാജിക് ബോക്സാണ്, കുറേ മാജിക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇതിൽ കുറച്ച് നാൾ ഇരുന്നോളൂ, എത്ര ദിവസം ഉണ്ടാകുന്നൊന്നും അറിയത്തില്ല, എന്നാലും കുറേ ട്രിക്ക് ഉള്ളത് കൊണ്ട് കുറച്ച് ദിവസം വെച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഹാസ്ഡേയിൽ പോയപ്പോൾ കുറേ ഇതുപോലത്തെ ഡപ്പകളുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക് ഡപ്പകൾ. അപ്പം ടിന്നുകൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണമായിരുന്നു. കുറേ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ ചെയ്യാൻ കിടപ്പുണ്ട്. പക്ഷെ ഞാനിങ്ങനെ മാറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റോർ റൂമൊക്കെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഈ ഡപ്പകൾ മേടിച്ചത്. ഇത് ആദ്യം ഞാൻ 4 മേടിച്ചിട്ടുണ്ടായിരുന്നു. 4 ഒന്നിച്ചാണ് വരുന്നത് കേട്ടോ. അപ്പം വീണ്ടും ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ ഒന്നുകൂടെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അതിനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. കണ്ടില്ലേ, കുറേ തുണികൾ മടക്കാനുണ്ട്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. ഇന്ന് ചില ദിവസം നമുക്കൊരു ആവേശം കയറുമല്ലോ, ഇനി മാറ്റി വെക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരില്ല, ആ ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ. അങ്ങനെ വേഗം തന്നെ തുണിയൊക്കെ മടക്കി തുടങ്ങി. അപ്പോൾ ഇന്ന് പിന്നെ പശുക്കുട്ടിയും വിമാനമൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ അവരെ കൂടെ കൂട്ടിന് വിളിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് തുണി ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചാൽ പിള്ളേരൊക്കെ വലുതായതുകൊണ്ട് എല്ലാവരുടെയും കാണും ഓരോ കുട്ട വീതം. അതുകൊണ്ട് പിന്നെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് ഒന്നിച്ചങ്ങ് ചെയ്തു. അതുമാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റില്ല, ഉച്ചക്കത്തേക്ക് ഇനി ഭക്ഷണം ഉണ്ടാക്കണം. വേഗം പോയി അതും കൂടെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു മീൻകറിയും പിന്നെ ഒരു മീൻ വറുത്തതും ഒരു വെണ്ടയ്ക്ക മെഴുക്കോട്ട്, ഇത്രയുമാണ് വെച്ചത്. മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ആർക്കും വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ ഹാസ്റ്റലിൽ പോയപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഒരു ടോസ്റ്റർ വാങ്ങിയിട്ട്, കുറേ നാളായിട്ട് വിവാൻ പറയുന്നുണ്ട് അവന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ടോസ്റ്റർ മേടിക്കണമെന്ന്. പുതിയ ടോസ്റ്റർ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട് പോലും, അതൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 2 വിൻഡോസൊക്കെ തുറന്നിടുന്നുണ്ട്. തന്നെ വന്നോളൂ. അത് പോപ്പ് കുറച്ച് അത് സ്മോക്ക് വരും, അതുകൊണ്ട് വിൻഡോ തുറന്നു വെച്ചിരുന്നത്. അത് കുറച്ച് ആദ്യമായതുകൊണ്ട് സ്മോക്കൊക്കെ വരുമ്പോൾ അതുകൊണ്ട് പോയിട്ട് ഹാളിലെ വിൻഡോസ് എല്ലാം തുറന്നിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഓൺ ചെയ്ത് വിട്ടിട്ട് പിന്നെ ഇവിടെ പശുക്കുട്ടി എന്തോ സിനിമയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാറ്റർഡേ സൺഡേ വന്നാൽ മോസ്റ്റ്ലി എല്ലാവരും സിനിമ കാണാൻ തന്നെയാണ് പരിപാടി. ആദ്യം തന്നെ ഒരു തിക്ക് ബ്രെഡ് ഇട്ട് കൊടുത്തു. നമ്മൾ ആദ്യത്തെ ബ്രെഡ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു. എന്തായാലും അത് കളയാൻ തന്നെ പോകണം, ആദ്യത്തേത് കഴിക്കണ്ടെന്ന് പറഞ്ഞു. ആകാംക്ഷഭരിതരായിട്ട് നിൽക്കണത്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇവിടെ അച്ഛനും മക്കളും കൂടെ ടോസ്റ്ററിനെ ഇവിടെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ടോസ്റ്ററിനാണോ ഇത്ര വലിയ ഹൈപ്പ് കൊടുക്കുന്നതെന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു സാധനം നമ്മൾ മേടിക്കുമ്പോഴേ നമുക്കത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമുക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കുമല്ലോ അത് വർക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടി. ഞാൻ കുറച്ച് മുട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചു. ഞാൻ വെച്ച് സാൻഡ്വിച്ച് ആക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് ഈ ടോസ്റ്ററിൽ ഈ 2 ബ്രെഡ് കേട്ടോ. അപ്പം ഞാനും അതൊന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. എൻ്റെ ഒരു മെമ്മറീസ് ആയിക്കോട്ടെ ഇതൊക്കെ. അങ്ങനെ സാൻഡ്വിച്ചിനുള്ള കുറച്ച് ലെറ്റ്യൂസൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കുക്കുംബറും തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ എൻ്റെ ടോസ്റ്റ് റെഡിയാക്കി എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയിട്ടോ ആദ്യം ക്യൂബ് നോക്കടാ. കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഇതുപോലെ മാഗ്നറ്റിക് റുബിക്സ് ക്യൂബ് വേണമെന്ന്. ഇതേ ഒരെണ്ണം ഇവിടെ ഉണ്ട്, അതെന്തോ അത്ര ടേൺ ചെയ്യാൻ പറ്റുന്നില്ല പോലെ. ഇതാകുമ്പോൾ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് അവൻ പറയണത് കേട്ടോ. ഇനിയിപ്പോൾ അതിലാവും കുറച്ച് ദിവസം. തലേദിവസം വരെ നന്നായിട്ടിരുന്ന ആളാണ്. നെക്സ്റ്റ് ഡേ രാവിലെയൊക്കെ ആയപ്പോഴത്തേന് ചുമയും പനിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചിലപ്പം പെട്ടെന്ന് മാറിയതിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഓറഞ്ചും എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആണെന്ന് തോന്നുന്നു പുള്ളിക്ക് പെട്ടെന്ന് പനി പിടിക്കാൻ കാരണം. അപ്പം ഞാൻ വിചാരിച്ചു ഉച്ചത്തേക്ക് രസം വെച്ച് കൊടുക്കാമെന്ന്. അവനും എന്നെ പോലാണ് കേട്ടോ. അവനും ഈ കഞ്ഞിയും പയറും കുടിക്കാനൊന്നും വലിയ താല്പര്യമില്ല. എന്തെങ്കിലും ചോറും രസമൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ ഒരു ചിക്കൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കബാബ് സ്റ്റൈലാക്കിയിട്ട് രസവും കൂടാണ്. പിന്നെ കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഒരു തോരനും റെഡിയാക്കി. അപ്പോൾ ഉച്ചക്കത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് പശുക്കുട്ടി ഏട്ടനും വരുമ്പോൾ അവർക്കും കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഫിഷ് കട്ട്ലറ്റാണ് കേട്ടോ. ജീനയുടെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അവൻ നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ തന്നെ ആദ്യം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇവനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വിടും കേട്ടോ. റെസ്റ്റ് എടുത്ത് 1-2 ദിവസം കഴിയുമ്പോഴത്തേനും ആൾ സെറ്റ് ആയിക്കോളും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം, അല്ലെങ്കിലും ക്ഷീണമാണ് ഈ ഒരു പനിക്ക്. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആൾ എഴുന്നേറ്റായിരുന്നു. പിന്നെ വേഗം പോയി മുഖമൊക്കെ കഴുകിയിട്ട് വന്നു. അപ്പോൾ ചോറ് വാരിത്തരുമോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. സാധാരണ അവൻ അങ്ങനെ വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ കഴിച്ചോളും. ക്ഷീണം കാരണമെന്ന് തോന്നുന്നു. പിന്നെ അവർ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കുറേ ദിവസമായി ഈ ഒരു നെല്ലിക്ക മേടിച്ച് വെച്ചിട്ട് കേട്ടോ. അതിലേക്ക് ശർക്കരപ്പാനിയാണ് ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരാഴ്ച ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഓരോന്നോരോന്ന് ദിവസം എടുത്ത് കഴിക്കാം. നെല്ലിക്ക എപ്പോഴും നല്ലൊരു ഐറ്റം ആണല്ലോ, ഹെൽത്തിനായാലും മുടിക്കായാലും എല്ലാത്തിനും. പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് പനി പിടിച്ചു കേട്ടോ. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിവാനെ ഞാൻ പിന്നെ അന്നത്തെ ദിവസം വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവനൊന്നും ബെറ്ററായി വന്നു. പിന്നെ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കും കൂടെ വയ്യാത്തതായപ്പോൾ ഞാൻ പിന്നെ കഞ്ഞിയും പയറും ആക്കി. ശരിക്കും പറഞ്ഞാൽ പനി വരുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കഞ്ഞിയും പയർ. അല്ലാത്തപ്പോഴൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വിവാന് വീട്ടിലുണ്ടല്ലോ, പിന്നെ അവനും എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ആൾ ഉഷാറായി. പക്ഷെ ഞാൻ ഒരു സൈഡായിട്ട് കിടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. പിന്നെ ഏട്ടൻ വൈകിട്ട് വന്നതിന് ശേഷം പിന്നെ എനിക്ക് ദോശയൊക്കെ ചുട്ടു വന്നു കേട്ടോ. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പനിയുടെ സീസണൊക്കെ കഴിഞ്ഞു, ഏകദേശം ഒന്ന് സെറ്റായി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ചെറുതായിട്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് ജീനയുടെ കൂടെ ഞാനും കൂടെ ആസ്റ്റയിൽ പോയിട്ടുണ്ടായിരുന്നു. ചുമ്മാ പോയതാണ്. കുറേ ദിവസം വീട്ടിൽ ഇങ്ങനെ പനി പിടിച്ച് കിടന്ന് എനിക്ക് മതിയായി. അപ്പോൾ അവളിങ്ങനെ വിളിച്ച് നീ കൂടെ വാ, നമുക്ക് പോയി ചുമ്മാ ഒന്ന് വെളിയിൽ പോയിട്ട് വരാമെന്ന്. അങ്ങനെ പിന്നെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പൊന്നി ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ചുമ്മാ ഒന്ന് ആസ്റ്റയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. അവർക്ക് എന്തൊക്കെയോ വാങ്ങിക്കുകയുണ്ടായിരുന്നു. ഇത് ഗ്രേപ്പ് ട്രീ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ കുറേ നട്ട്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള കുറേ പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഓർഗാനിക്കായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. ഞാനിവിടുന്ന് കൂടുതൽ വാങ്ങിയിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ജീന ഇവിടുന്ന് പേസ്റ്റൊക്കെ വാങ്ങാറുണ്ട്. ഓർഗാനിക് പേസ്റ്റൊക്കെ നമുക്കിവിടെ കിട്ടും. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഈ ഐബ്രോ ത്രെഡ് ചെയ്യണമെന്ന്. പക്ഷേ പനിയൊക്കെ ആയിട്ട് അങ്ങനെ കിടന്നുപോയി. പക്ഷേ ഇപ്പം വിചാരിച്ചു ഒരു മാറ്റം അനിവാര്യമാണ്. കാരണം നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്താലല്ലേ. അപ്പോൾ ഫസ്റ്റ് മുഖത്ത് തന്നെ അങ്ങ് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. ജസ്റ്റ് ഐബ്രോ ത്രെഡിങ് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് 1-2 മാസം കൂടുമ്പോഴാണ്. ഇത് അവന്യൂനുള്ളിൽ തന്നെ ഉള്ളൊരു സലൂണാണ് കേട്ടോ. നമ്മൾ ഐബ്രോ ഒന്ന് ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖത്തിന് നല്ലൊരു മാറ്റം തോന്നിയിട്ടുണ്ട്. ഒരു ഫ്രഷായ ഒരു ഫീലാണ്. എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഇപ്പോൾ ജീനയാണ് ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാക്സിൽ വേണമെങ്കിലും അവർ ചെയ്തു തരും. അങ്ങനെ ജീനയുടെ ത്രെഡിങ്ങും കഴിഞ്ഞു.
ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ത്തേക്കുള്ള കുക്കിംഗ് പരിപാടി നോക്കണം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പെരുംജീരകം, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒണിയൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റും. ഈ ഒരു റെസിപ്പിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങ് പറയണത്. നമുക്കിങ്ങനെ ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങൾ ചെയ്യണമല്ലോ, എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം തട്ടി കൂട്ടണമല്ലോ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പം പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി. പിന്നെ വർഷക്കുട്ടിയും വിവാനും ഒന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിവാൻ ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ വേഗം തന്നെ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ കറി ഉണ്ടാക്കി വെച്ചാൽ പണി തീരുമല്ലോ. പിന്നെ എനിക്ക് ജിമ്മിലും പോകണം, കുറേ ദിവസം പോവാതൊക്കെ ഇരുന്നു, പനിയൊക്കെ പിടിച്ചതുകൊണ്ട്. അങ്ങനെ ഇത് തക്കാളിയും പൊട്ടുകടലയും കൂടെ ഞാനൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. പൊട്ടുകടല അറിയാമല്ലോ, ചുമ്മാ വേണമെങ്കിൽ നമുക്കിങ്ങനെ കഴിക്കാം. അതും കൂടെ ഇട്ടിട്ട് കേട്ടോ. അപ്പം വേഗം തന്നെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ചമണം മാറണം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചില കറികൾക്ക് ഞാനത് ചേർക്കാറുണ്ട്. അപ്പം മസാലയൊക്കെ നോക്കിയപ്പോഴത്തേന് മസാല ബോക്സിലെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈയോട് അതെല്ലാം ഒന്ന് റീഫിൽ ചെയ്ത് വെച്ചെങ്കിൽ നാളെ രാവിലെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ രാവിലെ കുക്ക് ചെയ്യാൻ വരുമ്പോൾ ഒന്നും കാണില്ല, വീണ്ടും എല്ലാം റീഫിൽ ചെയ്യണം. രാവിലെ സ്കൂളിലൊക്കെ പോണ സമയത്ത് നല്ല തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ വേഗം മുട്ടക്കറി സെറ്റാക്കി എടുത്ത്. വർഷക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നതേ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇന്ന് ഞാൻ സ്കൂളിലൊന്നും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് കഴിക്കാൻ. അവൾ ക്യാൻറ്റീനിൽ എന്തോ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെ മുട്ടക്കറി സെറ്റായി. അപ്പോഴത്തേനും ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അത് അവൾക്ക് തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എല്ലാവരും ഇപ്പോൾ ഡിന്നർ കഴിക്കാറുണ്ട്. ഒരു 5:30-6 മണിക്കുള്ളിൽ തന്നെ ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ ജിമ്മിലേക്ക് പോകും. അങ്ങനെ ഒരു ഡാർക്ക് ചോക്ലേറ്റാണ് ഇപ്പോൾ കൊണ്ടുത്തരുന്നത്. അങ്ങനെ അതും കഴിച്ചു. അങ്ങനെ ഫുഡ് ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.